വെൽക്കം ബാക്ക് ടു ആദീസ് വേൾഡ്. നമുക്കിന്നൊരു പിയർ പ്യൂരി ഉണ്ടാക്കിയാലോ? 6 to 8 months ബേബിക്ക് നല്ലൊരു ഫ്രൂട്ടാണ് പിയർ. 6 months തൊട്ടുള്ള ബേബിക്ക് തന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നാച്ചുറലി സ്വീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റത്തിന് നല്ലതാണ്. ബേബിയുടെ കോൺസ്റ്റിപ്പേഷനൊക്കെ കുറയ്ക്കും. ഇതിൽ വിറ്റമിൻ സി, ഫോളേറ്റ്, പൊട്ടാസ്യം തുടങ്ങിയ ന്യൂട്രിയൻസ് ഉണ്ട്. അയൺ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് പിയർ. ഫസ്റ്റ് ഞാനത് വാഷ് ചെയ്തു, അത് പീല് ചെയ്തു. ഇതിൻ്റെ മുക്കാൽ ഭാഗവും ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാനത് കട്ട് ചെയ്തത്. കാരണം നമുക്ക് സ്റ്റീം ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പം സ്റ്റീം ചെയ്യുന്നതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ അതിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. ബോയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നമ്മളുടെ വാട്ടറിൽ അത് പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത് ഞാനൊരു സ്റ്റീമർ ടെമൂന്ന് മേടിച്ചതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇതുപോലുള്ള സ്റ്റീം ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെസലാണിത്. കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ ഇത് നല്ല ഉപകാരപ്പെടും. ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന പിയർ സ്റ്റീമറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഒരു കുഞ്ഞിൻ്റെ തന്നെ പാത്രത്തിൽ വെള്ളം നിറച്ചത് അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി ക്ലോസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് ഗ്യാസിലോട്ട് മാറ്റി 5 to 10 minutes തന്നെ നമുക്ക് സ്റ്റീം ചെയ്ത് കിട്ടും. നമുക്കൊരു ചെറിയ ഫോർക്ക് വെച്ച് നോക്കാം, അത് സോഫ്റ്റ് ആകും. അതുപോലെ തന്നെ ചെറിയ കളർ ഡിഫറൻസ് ഒക്കെ കാണും. അപ്പം അത് സ്റ്റീം ചെയ്ത് നമുക്ക് ഉറപ്പിക്കാം. അത് കഴിഞ്ഞ് ഞാനത് മിക്സിയുടെ ഒരു കുഞ്ഞ് ജാറിലോട്ട് മാറ്റി. ഞാനിവിടെ നമ്മുടെ കുഞ്ഞു ജാറാണ് ഉപയോഗിച്ചത്. വേണമെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബ്ലെൻഡറൊക്കെ കിട്ടും, അത് നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുഞ്ഞിൻ്റെ തന്നെ ഫോർമുല മിൽക്ക് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ചൂട് പോയി കഴിഞ്ഞപ്പോൾ അത് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഈ തിക്നെസ്സിലാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തത്. ഇപ്പോൾ വാട്ടർ ആണെങ്കിലും ഫോർമുല മിൽക്ക് ആണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം, പക്ഷേ കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ തിക്നെസ്സിൽ എടുക്കുക. അത് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യും, അത് നോർമലാണ്. അപ്പം നമുക്ക് ഈ തിക്നെസ്സിൽ നമ്മുടെ ബേബിയൊക്കെ കൊടുക്കാം. ഒത്തിരി ലൂസ് ആകാതിരിക്കാൻ ശ്രമിക്കുക. Thank you for watching.